KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ പോർട്ടൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് മാപ്പ് പറഞ്ഞു. മർക്കസ് മീഡിയ ലീഗൽ ഡയറക്ടർ ഇന്ന് KMIC ന്യൂസിൽ. കേരള മുസ്ലിം ജമാഅത്തിന്റെ വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസ് മാർച്ച് നാളെ മഞ്ചേരിയിൽ. കേരളത്തിൽ കൊടും ചൂടുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 11 മുതൽ പുറം ജോലികൾ ഒഴിവാക്കണം. വ്യാജമദ്യ ദുരന്ത മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 96.59 വിജയശതമാനം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കേന്ദ്രമന്ത്രിമാർ കൂട്ടത്തോടെ കേരളത്തിൽ. മെയ് 6 പ്രധാനമന്ത്രിയെത്തും. മർക്കസ് ഗാർഡൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് പ്രഥമ കോൺവക്കേഷൻ കോൺക്ലേവ് മെയ് 9. വാർത്തകൾ വിശദമായി. പത്മശ്രീ പുരസ്കാരം പ്രതീക്ഷിച്ച് മഞ്ചേശ്വർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രഹസ്യധാരണ ഉണ്ടാക്കി എന്ന രീതിയിൽ വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ പോർട്ടൽ തെറ്റിതിരുത്തി കാന്തപുരത്തോട് മാപ്പ് പറഞ്ഞു. വിശ്വാസ്യതയില്ലാത്തതും കെട്ടിച്ചമച്ചതുമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ അങ്ങേയറ്റം ഖേദമുണ്ടെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അതുമൂലമുണ്ടായ മനോവിഷമത്തിൽ ഖേദിക്കുന്നു എന്നും പോർട്ടൽ എഡിറ്റർ വിൻസെന്റ് കുറിപ്പിറക്കി. നേരത്തെ പ്രസിദ്ധീകരിച്ച വ്യാജവാർത്ത വെബ് പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട്. വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചതിലൂടെ സമൂഹത്തോടും വായനക്കാരോടും വലിയ അപരാധമാണ് തങ്ങൾ ചെയ്തതെന്നും വ്യാജവാർത്ത നൽകിയ ലേഖകനെ ഇനി മുതൽ ഏജൻസിയുമായി സഹകരിപ്പിക്കില്ലെന്നും വിൻസെന്റ് മർക്കസ് മീഡിയ അറിയിച്ചു. ഓൺലൈനിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട വ്യാജവാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മർക്കസ് മീഡിയ കഴിഞ്ഞ ദിവസം പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. മർക്കസിനെതിരെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും സോഷ്യൽ മീഡിയയിലും പ്രിന്റ് വിഷ്വൽ മാധ്യമങ്ങളിലും വരുന്ന വ്യാജവാർത്തകൾ നിരീക്ഷിക്കാൻ മർക്കസ് മീഡിയ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അത്തരം മാധ്യമ നൈതികതയ്ക്ക് നിരക്കാത്ത പ്രവണതകൾ ചെയ്യുന്ന പത്രസ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മർക്കസ് മീഡിയ ലീഗൽ സെൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ മർക്കസ് മീഡിയ ലീഗൽ ഡയറക്ടർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് നൽകുന്നു. അഡ്വക്കേറ്റ് സമദ് പുലിക്കാട്, കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യാ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ മർക്കസ് മീഡിയ നിയമ നടപടിക്കൊരുങ്ങുന്നതായി അറിയുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അഖിലേന്ത്യാ സുന്നി ജമീയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും മർക്കസ് സ്ഥാപനങ്ങളുടെ ജീവനാഡിയുമായ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് വ്യക്തിഹത്യയും വ്യാജവാർത്തകളുമായി ചിലർ രംഗത്തിറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യപരവും മാന്യവുമായ വിയോജിപ്പുകളെ 100% സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ബഹുമാനപ്പെട്ട ഉസ്താദിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും നിയമപരമായി ചെറുക്കാനാണ് മർക്കസ് മീഡിയ തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് കേന്ദ്രമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് പത്മശ്രീ വാഗ്ദാനം എന്ന രീതിയിൽ ദുരുദ്ദേശപരവും ഭാവനാവിലാസം നിറഞ്ഞതുമായ ഒരു വാർത്ത ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രസ്തുത ഓൺലൈൻ പോർട്ടലിന്റെ എഡിറ്ററുമായി ഞങ്ങൾ സംസാരിച്ചു. എഡിറ്റർ അറിയാതെ കടന്നുകൂടിയ ഒരു വാർത്തയാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും പ്രസ്തുത ഓൺലൈനിൽ നിന്ന് ആ വാർത്ത പിൻവലിക്കുകയും ക്ഷമാപണം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനും സുന്നി പ്രസ്ഥാനത്തിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ പലതും കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനെതിരെ കള്ളപ്രചാരണവും വ്യക്തിഹത്യയും നടത്തി രക്ഷപ്പെട്ടു കളയാമെന്ന് അത്തരക്കാർ ആരും കരുതരുത്. ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവരെയും അവർക്ക് പ്രേരണ നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിലയിലും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അപകീർത്തികരമായ അത്തരം പോസ്റ്റുകളോ മറ്റോ ശ്രദ്ധയിൽപ്പെടുന്നവർ media@markasonline.com എന്ന ഇമെയിലിലൂടെ വിവരമറിയിക്കണമെന്ന് പ്രാസ്ഥാനിക പ്രവർത്തകരോട് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നന്ദി അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് വിശദാംശങ്ങൾ നൽകിയതിന്. കേരളത്തിൽ കൊടും ചൂടുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആശുപത്രികൾ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു.
പകൽ 11 മുതൽ 3 മണിവരെ പുറം ജോലികൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പകൽ താപനില ഇനിയും ഉയർന്നേക്കും. ഒപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊടും ചൂടിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. താപതരംഗത്തിന് സമാനമായ സാഹചര്യം മുൻനിർത്തിയാണ് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമുദ്രത്തിൽ നിന്ന് വരണ്ട കാറ്റ് വീശുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം ഇല്ലാത്തതുമാണ് ചൂട് കനക്കാൻ കാരണം. ഇതോടൊപ്പം ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിൽ താപതരംഗം നിലനിൽക്കുകയാണ്. ഇതും ചൂട് കൂടാനിടയാക്കും. പകൽ താപനില ഇപ്പോൾ തന്നെ സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ കൂടുതലാണ്. പകൽ 11 മുതൽ 3 മണിവരെ പുറം ജോലിയും പുറത്തിറങ്ങുന്നതും കഴിയുന്നതും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ചൂട് കൂടുന്നത് കണക്കിലെടുത്ത് പുറമെ ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. എല്ലാ തൊഴിലിടങ്ങളിലും കുടിവെള്ളം, ORS എന്നിവ സൂക്ഷിക്കണം. ചൂട് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ ജാഗ്രത പാലിക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോടും ആശുപത്രികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പകൽ സമയത്ത് പുറത്തു പോകുന്നത് ഒഴിവാക്കണം. എപ്പോഴും ORS കൈവശം കരുതണമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. വ്യാജമദ്യ ദുരന്ത മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. ജില്ലാ കളക്ടർമാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാപക പരിശോധനയ്ക്ക് പോലീസ്, എക്സൈസ്, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡുകൾ രൂപീകരിക്കും. മദ്യദുരന്തമുണ്ടാക്കാൻ വൻ ലോബി ശ്രമിക്കുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഗൌരവത്തിലെടുക്കണമെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പരീക്ഷയിൽ 96.59% വിജയം. കഴിഞ്ഞ വർഷം വിജയശതമാനം 98.57 ആയിരുന്നു. 4,73,803 വിദ്യാർത്ഥികൾ എഴുതിയതിൽ 4,57,654 പേർ വിജയിച്ചു. 22,879 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ഗ്രേഡ് ഉണ്ട്. വിജയശതമാനം കൂടിയ ജില്ല പത്തനംതിട്ടയും കുറഞ്ഞ ജില്ല വയനാടുമാണ്. തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറി P.K. മൊഹന്തിയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാലാണ് പരീക്ഷാഫലം ചീഫ് സെക്രട്ടറി പ്രഖ്യാപിച്ചത്. Students passed 4,57,654. Percentage 96.59%. കഴിഞ്ഞ വർഷം 98.57 ആയിരുന്നു. പക്ഷേ ഈ കൊല്ലത്ത് പെർസെന്റേജ് 96.59% ആണ്. നമ്പർ ഓഫ് സ്കൂൾസ് വിത്ത് 100% പാസ് 1207. 1207. Number of students having A+ grade in all subjects 22,879. Technical higher secondary living high school living certificate. Number of students registered 3,518. Students appeared 3,516. Passed 3,474. 98.8% pass. Art high school living certificate. Number of students registered 80. Appeared 80. Passed 77, 96.25%. SSLC for hearing impaired. Number of students registered 294, appeared 294, passed 294. ഈ അധ്യയന വർഷം 4,74,286 പേരാണ് റെഗുലർ സ്കീമിൽ പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ പേരെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് മലപ്പുറം ജില്ലയിലാണ്. 83,315 കുട്ടികൾ. 12,451 പേർ പരീക്ഷ എഴുതിയ പത്തനംതിട്ടയിലാണ് കുട്ടികൾ ഏറ്റവും കുറവ്. 2,347 കുട്ടികളുമായി മലപ്പുറത്തെ PKMMHSഉം 1,647 കുട്ടികളുമായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസും എണ്ണത്തിൽ 1ഉം 2ഉം സ്ഥാനം കൈവശമാക്കി. സർക്കാർ വെബ്സൈറ്റിലും പരീക്ഷാഭവൻ സൈറ്റിലുമാണ് ഫലം ലഭ്യമാകുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രി അടക്കം 10 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ പ്രചാരണത്തിനെത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് എന്നിവർ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 6-നാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി. 11-ാം തീയതി വരെ 5 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്.